ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്കാണ്. കഴിഞ്ഞ ദിവസം 70,000-ഓളം ഭക്തജനങ്ങളാണ് ദർശനത്തിനായി എത്തിയത്. വരും ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡും പോലീസും കണക്ക് കൂട്ടുന്നത്. ജനുവരി 14-നാണ് മകരവിളക്ക്. അഖിൽ പാലോട്ടുമഠം ചേരുന്നു വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന്. അഖിൽ, നമസ്തേ. സ്വാമി ശരണം. അവിടെ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ജനുവരി 14-ന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി ഓരോ ഭക്തർക്കുമുള്ളത്. അവിടെയുള്ള തിരക്ക് എങ്ങനെയാണ്? മറ്റ് വിശേഷങ്ങളും കൂടി. ദേവിക വിനോദ്, സ്വാമി ശരണം. നമസ്തേ. ശബരിമല സന്നിധാനം ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി പൊന്നമ്പല നട ഇന്നലെ തുറന്നത്. മേൽശാന്തിയും ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പൊന്നമ്പല നട തുറന്നതിനു ശേഷം 3 മണി മുതൽ തന്നെ ഏകദേശം 4 മണിക്ക് നട തുറന്ന് ഏകദേശം 4:30 മുതൽ തന്നെ 4:30 തന്നെ അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമ്പോഴാണ്, അതായത് 11 മണിക്ക് നടയടയ്ക്കുന്ന ഏകദേശം 7 മണിക്കൂർ സമയം കൊണ്ടാണ് ഏകദേശം 70,000 പേർ അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരിക്കുന്ന കണക്കുകൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ പ്രധാനമായും 30,000 പേർക്കാണ് ഇന്നലെ വെർച്വൽ ക്യൂ നൽകിയിരുന്നത്. ഏകദേശം 22,000 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയാണ് ശബരിമല ദർശനത്തിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 3,000-ഓളം പേർ പുൽമേട് വഴിയും ദർശനത്തിനെത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് അനൗദ്യോഗികമായി ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ. അല്പസമയത്തിനകം തന്നെ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നതുമായിരിക്കും. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിനോടനുബന്ധിച്ച് വലിയ ഭക്തജന തിരക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇന്നലെ പോലീസ് കണക്ക് കൂട്ടിയതിനേക്കാൾ, ദേവസ്വം ബോർഡിൽ കണക്ക് കൂട്ടിയതിനേക്കാൾ അതിന്റെ ഇരട്ടിയിലധികം അയ്യപ്പ ഭക്തരാണ് അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയ കാഴ്ചകൾ കാണുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പൊന്നമ്പലത്തിന് മുമ്പിലുള്ള കൊടിമര ചുവട്ടിലാണ്. അവിടെ നിന്നും 18-ാം പടിയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1 മിനിറ്റിൽ ഏകദേശം 60 മുതൽ 75-ഓളം വരുന്ന അയ്യപ്പ ഭക്തരെ കയറ്റി സന്നിധാനത്തേക്ക് ദർശനത്തിലേക്ക് അയക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് അയ്യപ്പന്മാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഒരു സമയത്ത്, അതായത് 75 മുതൽ 70, 75, 80-ഓളം അയ്യപ്പ ഭക്തരെ 18-ാം പടി കടത്തിവിട്ടാൽ മാത്രമേ 1 മണിക്കൂറിൽ ഏകദേശം 3,500-4,000 അയ്യപ്പ ഭക്തർക്ക് ശബരിമല അയ്യപ്പ സ്വാമിയെ കണ്ട് മടങ്ങുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അതായത് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് അയ്യപ്പ ഭക്തരെ ക്രമാതീതമായി തന്നെ പോലീസ് അയ്യപ്പ ഭക്തന്മാർ നിയന്ത്രിച്ച് വിടുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ശ്രീകോവിലിന് ചുറ്റുമുള്ള ഫ്ലൈ ഓവർ ചുറ്റി അവിടെ നിന്നും അയ്യപ്പ ഭക്തന്മാർ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴാണ് കുറച്ച് കൂട്ടമായി നിന്ന് അയ്യപ്പ ഭക്തർ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ തന്നെ സാവധാനം അയ്യപ്പ ഭക്തർക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ നിന്നും ഫ്ലൈ ഓവറിലേക്ക് എത്തി പൊന്നമ്പലത്തിന്റെ നടയിലേക്ക് എത്തുമ്പോൾ ഭക്തജനങ്ങൾ കൂട്ടമായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 4 വരികളായിട്ടാണ് അയ്യപ്പ ഭക്തർ പൊന്നമ്പല നടയിൽ പൊന്നമ്പല അകത്തിരിക്കുന്ന അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ഇതിൽ പല അയ്യപ്പന്മാരും ഇന്നലെ രാത്രി തന്നെ 18 പടി കയറി അകത്തേക്ക് വന്ന അയ്യപ്പ ഭക്തരായിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി എത്തുന്നതായിട്ടാണ് നമുക്ക് കണക്കുകൾ അല്ലെങ്കിൽ പോലീസ് അയ്യപ്പന്മാരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മാളികപ്പുറങ്ങളടക്കം അമ്മമാരടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരടക്കമുള്ള വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. എന്തായാലും നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി 14-നാണ് ഒരു വർഷത്തെ കാത്തിരിപ്പ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഓരോ അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മനിമിഷം, ആത്മനിർവൃതി അടയുന്ന, ആത്മാഭിമാനമുണരുന്ന, ഏറ്റവും സന്തോഷം പകരുന്ന ആ മകരജ്യോതി കാണാൻ, മകരസംക്രാന്തി പൂജ കാണാൻ കാത്തിരിക്കുന്ന ഒരു വർഷത്തെ ആ കാത്തിരിപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനുവരി 14-നാണ് ആ മകര സംക്രാന്തി പൂജയും അതുപോലെ തന്നെ മകരജ്യോതിയും ഉണ്ടാവുക. ജനുവരി 12-നാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും അയ്യപ്പ സ്വാമിക്ക് ചാർത്താനുള്ള തിരുഭാഭരണം വഹിച്ചുകൊണ്ടുള്ള ആ തിരുഭാഭരണ ഘോഷയാത്ര പന്തളത്തിൽ നിന്നും ആരംഭിക്കുക. വിവിധ ക്ഷേത്രങ്ങളിൽ അത് ചുറ്റി ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരിക്കും ജനുവരി 14-ന് ഉച്ചയോടെ പമ്പയിലെത്തി വൈകുന്നേരം 6:30 സന്ധ്യാദീപാരാധനയ്ക്കായിരിക്കും ഭഗവാന് ചാർത്തി. ആ ഭഗവാന് ചാർത്തിയുള്ള ദീപാരാധനയിലായിരിക്കും അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ ആ മകരജ്യോതി തെളിയുക. ആ മകരജ്യോതി തെളിയുമ്പോൾ ആ മകരജ്യോതി ഒന്ന് തൊഴുന്നതിലേക്ക് വേണ്ടി
ഏകദേശം 3 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ ഇത്തവണ മകരജ്യോതി തൊഴുന്നതിലേക്ക് വേണ്ടി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാകുമെന്നത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഏകദേശം 2-2.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു 50,000 പേരെ കൂട്ടി 3 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ എന്തായാലും മകരസംക്രാന്തി മകരവിളക്ക് തൊഴുന്നതിലേക്ക് വേണ്ടി മകരജ്യോതി തൊഴുന്നതിലേക്ക് വേണ്ടി ഇത്തവണ ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടാകുമെന്ന പോലീസ് അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. ഇന്നലെയാണ് 5ാമത്തെ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമല സന്നിധാനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP മധുസൂദരന്റെ നേതൃത്വത്തിലുള്ള 1455 പോലീസ് ഉദ്യോഗസ്ഥർ ചാർജ് എടുത്തിട്ടുള്ള 10 ദിവസത്തേക്കാണ് അവരുടെ ചാർജ്. അതിനുശേഷം പിന്നീട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. എന്തായാലും ശബരിമല സന്നിധാനം ശരണമന്ത്ര മുഖരിതമായി ശരണ കീർത്തനങ്ങളുടെയും ശരണ ഭജനകളുടെയും ഒക്കെ തന്നെ സാന്നിധ്യത്തിൽ വലിയ ഭക്തി നിർഭരമായി പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമല സന്നിധാനം ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് പൊന്നമ്പലത്തിനരികിൽ ഹരിവരാസനത്തിന്റെ ആ ഈണമുള്ള ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനോദ്, ദേവിക. തീർച്ചയായും സന്നിധാനത്ത് മകരവിളക്കിന് വേണ്ടി മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി നട തുറന്ന സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. അവിടെ ഭക്തരുടെ വലിയ നിര തന്നെയുണ്ട്. ഭക്തരുടെ ദർശനം സുഗമമായി മുന്നോട്ടേക്ക് പോകുന്നു. അവിടെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. ഇനി എല്ലാ കാത്തിരിപ്പും നേരത്തെ ദേവിക പറഞ്ഞതുപോലെ തന്നെ മകരവിളക്കിനായി. ജനുവരി 14 ഈ വർഷത്തെ മകരവിളക്ക്. സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമടം.